പോവാ പോവാ കാറ്റ് പോവാ എങ്ങട്ടാ പോണേ പോവാ ദിയ Train number 108 Silchar Trivandrum Arunai Express via Ernakulam Town, Kottayam has arrived at Aravad Station, platform number 1. അടുത്തതായി അതിനുശേഷം അതെല്ലാം കറങ്ങി നിന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം അടുത്തുപോയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് ഒന്ന് ചേഞ്ചിങ് അതുകൊണ്ട് കുറച്ച് പുസ്തകങ്ങളെ കൊണ്ടുപോകുന്നില്ല ഈ സംഘടനയെ സംഘടനയ്ക്ക് മുന്നേറ്റം പറയാം. അപ്പൊ ഈ ബാക്കിൽ നിൽക്കുന്ന ചർച്ച ചെയ്യുകയാണെങ്കിൽ ചർച്ച കഴിഞ്ഞ് തുടങ്ങാം, അതല്ലെങ്കിൽ ഇരിക്കാം. അപ്പോൾ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പരിപാടി നിർത്തി വെച്ചേക്കുമായിരുന്നു. ഈ പ്രഭാഷണ പരിപാടികൾ കൗൺസിലിംഗ് ഷോകളായിരുന്നു. ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ 2000-ഓളം കൗൺസിലിംഗ് ഷോകൾ നടത്തി. എൻ്റെ തൊണ്ട പോയി, ശബ്ദം പോയി. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരുപാട് സംസാരിക്കുമ്പോൾ അധ്യാപകർക്കുണ്ടാകുന്ന ഒരു കുഞ്ഞു പ്രശ്നമാണ് വോക്കൽ കോഡിലുള്ള പ്രശ്നം. ഇപ്പം ഞാൻ ബയോളജിയിലായി. ഓക്കെ, സന്തോഷം. അപ്പോൾ അതിനുശേഷം മോഹൻലാൽ അടുത്ത 2 പടത്തിൽ തരാമെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ വർഷമാണ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ സിനിമയിലുള്ള ഭ്രമം, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ്, നല്ലൊരു അധ്യാപകൻ, നല്ലൊരു ആർട്ടിസ്റ്റും കൂടെയാണ് ആഗ്രഹിച്ചുകൊണ്ട് 5 വർഷവും 1.25 കോടി രൂപയും ഞാൻ പോയി ലീവ് എഴുതി കൊടുത്തു. പക്ഷെ എനിക്ക് ലീവ് തന്നില്ല. 254ഓളം ഹാഫ് പേ ലീവ് ഉണ്ടായിരുന്നു, തന്നില്ല. പക്ഷെ ഞാൻ പോകുമ്പോൾ തന്നെ പടച്ചോൻ ദൈവം എന്നോട് കൂടെയുള്ള സഹപ്രവർത്തകർ എപ്പോഴും സമ്മതിക്കില്ലല്ലോ. അപ്പോൾ VRS എഴുതി കൊടുത്തേരുന്നു. എല്ലാം പറഞ്ഞു. അപ്പോഴേ സാറിന് പേപ്പർ വാങ്ങിച്ചു, എഴുതിയും കൊടുത്തു. 5 വർഷവും 1.25 കോടി രൂപയും കളഞ്ഞിട്ട് ചെയ്യാം. ചാരിറ്റിയാണ് എൻ്റെ മെയിൻ പണി. ഇതെന്തെങ്കിലും നല്ലൊരു വിധം പ്രവാചകനായ തിരുമേനി 2% പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇവിടെ ഞാൻ കൗൺസിലിംഗ് ഷോകൾ നിർത്തി, മോട്ടിവേഷൻ അതൊക്കെ നിർത്തി. ഇപ്പം ചിലപ്പോൾ ഉദ്ഘാടനത്തിന് പോകും, അല്ലെങ്കിൽ ചീപ്പ അധികം പേരൊന്നുമില്ല. എന്തായാലും നമുക്കിവിടെ നടത്തിയിരുന്നു. അന്ന് പിന്നെ ഞാൻ
ഡൈ അടിച്ചപ്പോൾ ഉള്ള കറുപ്പും കൂടെ വെളുപ്പായി. ഇതാണെങ്കിൽ ചെറുപ്പം തരുന്നു. കാരണം ദൈവത്തിന് വേണ്ടി നമ്മൾ എത്ര കൊടുക്കുന്നോ അതിന്റെ 10 ഇരട്ടി ദൈവം നമുക്ക് തിരിച്ചു തരും എന്ന് വായിച്ചു പഠിച്ചു. അതുകൊണ്ട് പക്ഷെ എനിക്ക് നിങ്ങളിൽ നിന്ന് എനിക്ക് ബോറടി വന്നാൽ ഞാൻ അപ്പം നിർത്തും. എനിക്ക് ബോറടി വരുന്നത് ഞാൻ പറയുകയും നിങ്ങൾ വെറും കേൾവിക്കാരായിട്ടിരിക്കും. ഇത് ക്രിസ്ത്യനും ഹിന്ദു ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞില്ല, ആ വാക്ക് പറഞ്ഞില്ല. ഇസ്മയിലൊക്കെ വിളിച്ചത് കൊണ്ടും ഞാൻ പല മുസ്ലിം ഫാമിലി കൂട്ടായ്മകൾക്കും ഷോ എടുത്തിട്ടുള്ളത് കൊണ്ടും ഞാൻ അങ്ങനെ നമ്മുടെ വിത്തക്കാടികളും രോഗികളും എല്ലാം ആയി മാറി. നമുക്ക് പറഞ്ഞത് ഖുർആൻ പ്രോസസ്സാണ് പറഞ്ഞത്. ഞാൻ എത്ര സത്യം പറഞ്ഞാലും നിങ്ങൾ സത്യത്തിൽ വിശ്വസിക്കില്ല എന്ന് ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നു. അതാണ് പ്രശ്നം, അതാണ് സത്യം. ഞാനിപ്പോൾ സോപ്പിട്ട് നിങ്ങളെ കള്ള പറയാൻ വന്നിരുന്നെങ്കിൽ ഉറപ്പായി നിങ്ങളെല്ലാം വിചാരിക്കും. Station on Metro Station.